അപ്പോൾ ഞങ്ങൾ ഇവിടെ പെരുമ്പാവൂർ ഇൻസൂബോളിൻ്റെ സീലിങ്ങിന് വന്നാട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഹൈറ്റിൽ ഒരു പറഞ്ഞു പൊട്ടിയിട്ട് പെയിൻ്റ് അടിക്കണ്ട, അപ്പോൾ നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കട്ടോ. വാൾപേപ്പറേ സീലിങ്ങിൽ ഫുൾ വാൾപേപ്പർ പശ മുക്കുക, പടയ്ക്കുക. ഇത് സംഭവം നമ്മളെ വാൾപേപ്പറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു 3 സെറ്റ് സ്കഫോൾഡ് ഇട്ട കാരണേ അത് നമ്മളെ ഒട്ടിച്ച് കൊടുത്തു. സീലിങ്ങായി ഫുള്ള് ഒട്ടിച്ച് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടൈല് ഇട്ട ഫ്ലോറിലൊക്കെ നമ്മൾ സീലിങ്ങിൻ്റെ വർക്കോ ഉയരട്ട വല്ല വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ അട്ടക്കടലാസ് വയ്ക്കുക. അട്ടക്കടലാസ് വെച്ചിട്ട് നമ്മൾ തുണി കൊണ്ട് നല്ലപോലെ കെട്ടണം. അപ്പോൾ നമ്മളിവിടെ കൂര മോഡലാണ് ഇവിടുത്തെ റൂഫ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഏകദേശം നമുക്കൊരു മെഷർമെൻറ്റിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 18 ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ബെൻഡലിന് 9 ഇതിൽ 9 അങ്ങനെ 18 ബോർഡാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ 18 × 32 ഇതിൻ്റെ ഒരു ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരിക. അപ്പോൾ 1 2 3 4 5 6 7 8 9 ഒരു ബെൻഡലിൽ 9 1 2 3 4 5 6 7 8 9 അങ്ങനെ 9 18 ഇൻച്ച് ബോർഡ് എടുത്തത് 8x4. അപ്പോൾ 18 × 32 അതാണ് ഇപ്പോൾ നമുക്കൊരു ഏകദേശം സ്ക്വയർ ഫീറ്റ് ഇതിൽ കണക്ക് കൂട്ടുന്നത്. പിന്നെ ഇതിൽ ഏതെങ്കിലും ബാലൻസ് എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് മൈനസ് ചെയ്ത് കൊടുക്കാറ് ചെയ്യാറ്. സാധാരണ ഈ കൂര ടൈപ്പൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഒന്നാമത് ഡബിൾ ഹൈറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിത് 18 ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ വരുമോയെന്നൊന്നും അറിയാൻ പറ്റില്ല. എന്തായാലും 18 ബോർഡ് എടുത്തിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇൻസ്റ്റൂ ബോർഡിൻ്റെ ഒരു സീലിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെരുമ്പാവൂർ മണ്ണൂർ പറഞ്ഞ സ്ഥലത്താട്ടോ വന്നത്. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു മാസത്തോളമായി ഞങ്ങളെ വിളിക്കാൻ തുടങ്ങിയിട്ട് സീലിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ ഇവിടെ ചൂട് കൂടുതലാണ്. അപ്പോൾ ചൂട് കൂടുതലായ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സീലിംഗ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ഇൻസ്റ്റൂ ബോർഡാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റൂ ബോർഡിൻ്റെ വൈറ്റാണ് എടുക്കുന്നത് കേട്ടോ. 8x4 20 mm ഇൻസ്റ്റൂ ബോർഡ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യണത് പറഞ്ഞാൽ ഒരു ഡബിൾ ഹൈറ്റാണ്. ഈ ഡബിൾ ഹൈറ്റിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ ഇവിടെ ചെയ്യണത്. ഇതൊരു ഹാളാണ് കേട്ടോ അത്. പിന്നെ മുകളിൽ ഒരു 2 റൂമുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പാസേജും ഉണ്ട്. കാരണം വെച്ചാൽ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മുകളിൽ 2 റൂം സീലിംഗ് ചെയ്യാന്നുള്ളതായിരുന്നു. കാരണം വെച്ചാൽ അവിടെ കൂടുതൽ ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചൂട് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ 2 റൂം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സമയത്ത് ഇവിടെ വന്നപ്പോൾ എവിടെയും ചൂട് കൂടുതലാണ്. അപ്പോൾ ഇവിടെയും ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കാരണം ഇവരിവിടെ ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഓട കംപ്ലീറ്റ് പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം. ഒന്ന് 5/4 കിട്ടും നോക്കിയോ, ഇവിടെ പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാൻസലാക്കിയിട്ട് ഇപ്പോൾ ഇവർ മൊത്തത്തിലിപ്പോൾ ഇൻസ്റ്റൂ ബോർഡാക്കി. ഇവിടെ ഏകദേശം 18 ബോർഡ് നമ്മൾ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ കൂര മോഡലായ കാരണം നമ്മൾ സ്ക്വയർ ഫീറ്റ് അടിയത്തെ സ്ക്വയർ ഫീറ്റ് ആവില്ല നമുക്ക് കൂര മോഡൽ വരുമ്പോൾ ലേശം കൂടുതൽ വരും. അപ്പോൾ ഇവിടെ 18 ബോർഡ് എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ബാക്കി എങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരികയെന്നറിയില്ല. 18 ബോർഡ് എടുത്തിട്ട് നമ്മൾ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 3 സെറ്റ് സ്കഫോൾട്ട് വെച്ചിട്ട് ഇടേണ്ടി വരും. ഒരു സൈഡിൽ 3 സെറ്റ്, ഓപ്പോസിറ്റിൽ 3 സെറ്റ്, അങ്ങനെ 6 സെറ്റ് സ്കഫോൾട്ട് വേണം ഇവിടെ. കാരണം വെച്ചാൽ ഇവിടെ പൈപ്പിട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കംപ്ലീറ്റ് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചതാണ്. ഇത് പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ പൈപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തുന്ന സമയത്ത് ഇതിൻ്റെ ഈ ചുമരുമയൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഈ സ്കഫോൾട്ടിട്ടാണ് ചെയ്യണം. സ്കഫോൾട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക്കാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ ഞങ്ങളോട് വന്നിട്ട് 2 ആളെ വന്നത്. അപ്പോൾ നമുക്ക് ഈ ഡബിൾ ലൈറ്റിൻ്റെ ഇത് നമ്മളോട് പറയണ്ടായിരുന്നില്ല ഡബിൾ ലൈറ്റിൽ ഇങ്ങനെ സീലിംഗ് ചെയ്യാണ്ടെന്നുള്ളത്. അപ്പോൾ 2 ആളെ വന്നത്. എന്തായാലും നമ്മളിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. മണ്ണൂർ പറഞ്ഞ സ്ഥലം, പെരുമ്പാവൂർ മണ്ണൂർ പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻസ്റ്റൂ ബോർഡിൻ്റെ വൈറ്റ് 8x4 20 mm വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ടൈല് ഇട്ട ഫ്ലോറിലൊക്കെ നമ്മൾ സീലിങ്ങിൻ്റെ വർക്കോ ഉയരട്ട വല്ല വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ അട്ടക്കടലാസ് വയ്ക്കുക. അട്ടക്കടലാസ് വെച്ചിട്ട് നമ്മൾ തുണി കൊണ്ട് നല്ലപോലെ കെട്ടണം. ഇത് നമ്മളൊരു 6 സെറ്റ് ഇടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് താഴത്തത് മാത്രം നമ്മൾ ക്ലിയർ ചെയ്താൽ മതി. അങ്ങനെ കെട്ടിയെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ഉയരണം. കണ്ടോ ഇവിടെ ഫ്ലോറിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഉണ്ടോ ഫ്ലോറിങ്ങിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞ സ്ഥിതിക്ക്
നമ്മൾ ചെയ്യാനുള്ള ഏരിയ ഇതാണ്. ഇവിടെ ഈ പുട്ടിയും പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ പൈപ്പ് ഇട്ട് സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ചുമരുമ്മിലൊക്കെ ഡാമേജ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ 2 സെറ്റ് വെച്ചിട്ട് സ്കഫോൾട്ട് ഇടുക. ഒരു സെറ്റ് 3 നില, ഒരു സെറ്റ് 3 നില, അങ്ങനെ 2 സെറ്റായിട്ട് 6 സെറ്റ് സ്കഫോൾട്ടാണ് നമ്മൾ ഇടുന്നത്. ഒരു ടവർ പോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഹാള്, ഡബിൾ ഹൈറ്റിലെ ഹാള് ചെയ്യാണ്ട്. ഇനി പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 റൂം ചെയ്യാണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ നമുക്ക് കൊണ്ട് കയറി കൊടുത്ത് പിന്നെ നേരെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇതിൻ്റെ ഒരു പാസേജ് കേട്ടോ. ഈ താഴത്തെ ഇതിൻ്റെ നേരെ വരുന്നൊരു പാസേജ്. ഇവിടെ നല്ല ചൂടാണ്. ഈ ഓടുമെന്ന് ചൂടിറങ്ങിയിട്ട് ഇപ്പം തന്നെ നമുക്കൊരു 10:30 സമയം. ഇപ്പം തന്നെ ചൂടിറങ്ങി. ഇതല്ല പിന്നെ ഒന്നും ചെയ്യാനുള്ള ഇതാണ്. പിന്നെ ഒരു റൂം ഇത്. അങ്ങനെയാണ് സംഭവങ്ങൾ ചെയ്യാറുള്ളത്. ഇത് സംഭവം നമ്മളെ വാൾപേപ്പറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു 3 സെറ്റ് സ്കഫോൾട്ട് ഇട്ട കാരണേ അത് നമ്മളെ ഒട്ടിച്ച് കൊടുത്തു. സീലിങ്ങായി ഫുള്ള് ഒട്ടിച്ച് ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗങ്ങളുണ്ടല്ലോ അവിടെ നമുക്ക് വേറെ ഒട്ടിക്കാനുണ്ട് വാൾപേപ്പർ. അവിടെ സംഭവം ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അത് ഈ ഡബിൾ ലൈറ്റിൻ്റെ ഞങ്ങൾ ഒട്ടിച്ച് കൊടുത്തു. ബാക്കിയൊക്കെ ഒട്ടിക്കണം എന്ന് പറയുന്നുണ്ട്. സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കട്ടോ. വാൾപേപ്പർ അല്ല, സീലിങ്ങിൽ ഫുൾ വാൾപേപ്പർ. പശ മുക്കുക, പടയ്ക്കുക, ഇതന്നെ പണി. ഇതന്നെ പണി. ഉണ്ടോ? അപ്പോൾ ഞങ്ങൾ ഇവിടെ പെരുമ്പാവൂർ ഇൻസുബോളിൻ്റെ സീലിങ്ങിന് വന്നാ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഹൈറ്റിൽ ഇവർ പറഞ്ഞു പൊട്ടിയിട്ട് പെയിൻ്റ് അടിക്കണ്ട, അപ്പോൾ നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വാൾപേപ്പറിൻ്റെ വർക്കിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വാൾപേപ്പർ ഒട്ടിക്കുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചൊക്കെയാവും നല്ലത് പറഞ്ഞു. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഉയരം വീണ്ടും കൊണ്ടണ്ടേ. 6 സെറ്റ് സ്കഫോൾട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ 6 സെറ്റ് സ്കഫോൾട്ട് ഇട്ടിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യണത്. അപ്പോൾ അവർ പറയാം എന്നാൽ നിങ്ങളിത് ഒട്ടിച്ച് തരുന്നു. അപ്പം അങ്ങനെ ഇത് ഒട്ടിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മളിത് നമുക്കിത് പശ ആകെ 2 ആളുള്ളതേ. അപ്പോൾ പശ തേക്കലും പിടിക്കലൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഒക്കെ പുറത്ത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നേരെ സ്കഫോൾട്ടിൻ്റെ നേരെ മുകളിൽ കൊണ്ടുവച്ചിട്ടേ നമ്മൾ അവിടെ വെച്ചിട്ട് പശ വയ്ക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ ഇവിടെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 9 പീസാണ് വരുന്നത്. ഇവിടെ ഒരു 3 നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 4 7 ഇനി 2 പീസ് കൂടി വേണ്ടി വരും. 1 2 3 4 5 6 2 3 4 5 6 പീസ് വേണ്ടി വരും. 4 ആയിട്ടുള്ളൂ ഇവിടെ. ഈ 2 പീസ് കൂടി വേണം. അപ്പോൾ നമ്മളിത് ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ വീഡിയോസ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഇൻസുബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിയിട്ട് പെയിൻ്റ് അടിക്കാറാണ്. അപ്പോൾ ഇവർ പറഞ്ഞു പൊട്ടിയും പെയിൻ്റൊന്നും വേണ്ട, വാൾപേപ്പർ ഒട്ടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മുകളിൽ കയറിയിട്ടുള്ള വിഷ്വൽസ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഇൻസുബോർഡിൻ്റെ മുകളിൽ നേരെ വാൾപേപ്പറായിട്ട് ഒട്ടിക്കണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം. ഒരു 3 റോള് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പശ ഉണ്ട് ഇവിടെ. സംഭവമൊക്കെ സെറ്റാക്കുന്നുണ്ട്. കുറച്ച് റിസ്ക്കാണ്. നമ്മൾ സീലിങ്ങിൻ്റെ പണിക്ക് വന്നതാണ്. അപ്പോൾ സീലിങ്ങിൻ്റെ പണി കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കണം പറഞ്ഞു. വാൾപേപ്പർ ഒട്ടിക്കുക.
ഈ സംഭവം നമ്മളെ വാൾപേപ്പറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു 3 സെറ്റ് സ്കഫോൾഡ് ഇട്ട കാരണേ അത് നമ്മളെ ഒട്ടിച്ച് കൊടുത്തു. സീലിങ്ങായി ഫുള്ള് ഒട്ടിച്ച് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്.